ഏതൊരു ഭർത്താവും സ്വന്തം ഭാര്യ മറ്റൊരാളുടെ കൂടെ കഴിയുന്ന വീഡിയോ കാണുമ്പം ഏതൊരാണും ഇങ്ങനെയൊക്കെ തന്നെ പ്രതികരിക്കും. അത്ര പിന്നെ സ്വന്തം ഭർത്താവിന്റെ മുൻപിൽ ഇത്രയും വീഡിയോസുകൾ കാണിച്ചു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മോശമായ കാര്യങ്ങൾ കാണിക്കാൻ മനസ്സ് കാണിച്ച ആ ശാലിനി പുള്ളി അങ്ങനെ ചെയ്തു. ശാലിനിയുടെ വഴിവിട്ട ജീവിത രീതിയും അങ്ങേയറ്റം സഹികെട്ടാണ് പുള്ളി ഇത് ചെയ്തത്. ഒരിക്കലും ഒരു ഭർത്താവ് സഹിക്കാൻ പാടില്ലാത്തതും കാണാൻ പാടില്ലാത്തതും അംഗീകരിക്കാൻ പാടില്ലാത്തതും കാര്യങ്ങൾ ആ ശാലിനി ചെയ്തപ്പോൾ ഇപ്പം ഇട്ട വീഡിയോ ഇന്നലെയോ ഞാൻ നമ്മുടെ സംഭവിച്ച ഒരു വീഡിയോ ആണ്. അതിനു മുമ്പ് ഒരുപാട് വീഡിയോസ് നമ്മുടെ കയ്യിലുണ്ട്, തെളിവുകളായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. പുള്ളിക്കാരൻ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ അയക്കുന്നത്. കാരണം പലവട്ടം പുള്ളിയോട് പറഞ്ഞ് ഇറങ്ങിപ്പോക്കോ എന്ന് പറയുന്നത് ഉണ്ട്. അപ്പൊ ആ ഒരു ഇതിനു വേണ്ടിയിട്ട് പുള്ളി പോകാൻ വേണ്ടി ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും പുള്ളി പോകട്ടെ എന്ന് ഓർത്തായിരിക്കണം പുള്ളിക്കാരി അങ്ങനെ ചെയ്തത്. അങ്ങനെ പല വീഡിയോസുകളും നമ്മുടെ കൈകളിൽ കിട്ടിയിട്ടുണ്ട്. അത് കാണിച്ച് പിന്നെ അവനെ തെറ്റ് അവള് സമ്മതിച്ചു, അവനോട് സമ്മതിച്ച് ഈ ഒരു തെറ്റ് ഞാൻ സമ്മതിക്കുന്നു. വീഡിയോ പിടിച്ചത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കാണിച്ചപ്പോഴും ഇത് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ വിട്ടത്. ഒന്നീ അവൻ കയ്യോ കാലോ വെട്ടിയോ വിട്ടെന്നെങ്കിലും ഞാൻ പിച്ചെടുത്തെങ്കിലും ഞാൻ അതിനെ വളർത്തി വരുന്നതാണ്. എന്റെ മോളുടെ കാര്യം എനിക്ക് ഓർക്കാൻ പറ്റത്തില്ല സാറേ. ശാലിനി എന്ന 39-കാരി കുടുംബം നോക്കാൻ നെട്ടോട്ടം ഓടുകയാണ് അവൾ. രോഗിയായ മൂത്ത മകനെ ചികിത്സിക്കണം, ഇളയ മകനെ പഠിപ്പിക്കണം, പ്രായമായ അമ്മയെ സംരക്ഷിക്കണം. ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുണ്ട്. എല്ലാ കഷ്ടപ്പാടുകളും മാറ്റാൻ ദൈവം അവൾക്കൊരു വഴി കൊടുത്തു. ഒരു സ്കൂളിൽ ജോലി കിട്ടി. പക്ഷേ ആ സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ടായില്ല. ഈ മനുഷ്യൻ അവളെ ഒറ്റ കുത്തിന് തീർത്തു. എന്നിട്ട് അഭിമാനപൂർവ്വം ലോകത്തോട് അയാൾ വിളിച്ചു പറയുകയും ചെയ്തു. പല ബന്ധങ്ങളും ഞാൻ ഒരേ വീട്ടിൽ സ്വർണം എടുത്ത് പണയം വെക്കുകയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കാതെ ഇഷ്ടമുള്ള രീതിയിൽ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് 2 മക്കളാണ്. മക്കളൻ ക്യാൻസർ പേഷ്യൻ്റാണ്. അപ്പോൾ അതിലൊന്നും ഒരു വിഷമവുമില്ല. ഐസക് എന്ന ഭർത്താവാണ് ഈ കടുംകൈ ചെയ്തത്. ഇയാൾ അങ്ങനെ ചെയ്യുമെന്ന് ലോകത്ത് ഒരു ശത്രുക്കൾ പോലും കരുതിയില്ല. അത്രയ്ക്ക് ശുദ്ധനായിരുന്നു അത്രേ. ബീഡി വലിക്കില്ല, മദ്യപാനമില്ല. പോരാത്തതിന് കുടുംബത്തിന് വേണ്ടി എല്ലുമുറിയെ പണിയെടുക്കും. പിന്നെ എന്തിനായിരിക്കും സ്വന്തം ഭാര്യയെ അയാൾ ഇല്ലാതാക്കിയത്? അതിന് ഈ സ്ത്രീ എന്ത് തെറ്റാണ് ഇയാളോട് ചെയ്തത്? ഈ വഴക്കിൽ നിന്നും ഏകദേശ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. പോയിട്ട് നിനക്ക് തോന്നുമ്പോ കയറി വരുക, പിന്നെ തോന്നുമ്പോ കയറുന്ന കാര്യം പറഞ്ഞോളൂ. സംസാരം നീ നിന്റെ സംസാരം കാര്യം കൈ വെച്ചാൽ മതി. ഇതാണ്ട് ഈ വീട്ടിൽ അവളെ ഓടി വന്ന് എന്നോട് പറയും, ചെയ് ഓടി വായി. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. അല്പസമയം പോലും ആയില്ല സാറേ. ചെയ് ഓടി വായി ചെയ്യുകയാണ്. ശാലിനിയാണ്ട അവിടെ എന്തോ പ്രശ്നം ഈ വീട്ടിലേക്ക് വെച്ച് അവൻ ഇങ്ങനെ വന്നിട്ട് റെയിൽവേ റോഡിൽ കൂടെ കുറുക്കി കഴിയും. ഞാൻ വരുമ്പോ ഇവിടെ കിടക്കുവോ? ഇവിടെ ബ്ലഡ് കിടപ്പുണ്ടല്ലോ. പൈപ്പ് തുറന്നു വിട്ടേക്കുമായിരുന്നു. തുറന്നു വിട്ടേക്കുമായിരുന്നു. അതെനിക്കറിയത്തില്ല. അവനാ തുറന്നു വിട്ടെ. ബ്ലഡ് മൊത്തം പോകാൻ വേണ്ടിയായിരിക്കും. അല്ല ഈ മോൾക്ക് ജീവനുണ്ടോ? മുഖത്ത് ജീവൻ അറിയാൻ വയ്യ സാറേ. കണ്ണടഞ്ഞിരിക്കുക. കണ്ണടഞ്ഞിട്ട് മൂക്കിടെ ബാക്കിലെ ബ്ലഡ് വന്ന് ഇങ്ങനെ തള്ളിയില്ല, മാംസം തള്ളിയിരിക്കുമായിരുന്നു. ഞാൻ ഓടി വന്ന് മോളേന്ന് പറഞ്ഞു അലറിക്കൊണ്ട് തല പിടിച്ച് പൊക്കിയിട്ട് എനിക്ക് പൊക്കാൻ വയ്യ. ഇതിന് താഴ്വശം മൊത്തം കമന്ന് കിടക്കുക. മുഖം മാത്രം ഇങ്ങനെ ചരിഞ്ഞ് ഇങ്ങനെ. ആൾക്കാർ ഒത്തിരി കൂടി. ആൾക്കാരെല്ലാം എവിടെ ഇരിക്കുമായിരുന്നു. ആരും വന്നില്ല. ഞാൻ അലറിക്കൊണ്ട് പറഞ്ഞു ആരെങ്കിലും ഒന്ന് പിടിച്ചു നോക്കാൻ. വണ്ടി വരട്ടെ എന്ന് പറഞ്ഞു. വീട്ടുകാരിക്ക് കൊണ്ടുപോയി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അവളെ കഷ്ടപ്പെടുന്ന ഫീസ് കൊടുക്കണം. അങ്ങനെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. അങ്ങനെ ആയപ്പം പിന്നെ വീട്ടുവേല ഞങ്ങളങ്ങ് ഉപേക്ഷിച്ച് വേണ്ട, അയാളുടെ സംശയം തീരട്ടെന്ന് പറഞ്ഞ് വീട്ടുവേലയ്ക്ക് പോകും. അത് സംശയം പറയുക. അങ്ങനെ ഇവളങ്ങ് കറിഞ്ഞുകൊണ്ട് അമ്മച്ചി എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ എൻ്റെ മൂത്തനും അയ്യത് അവനെ വഴി RCC കൊണ്ടുപോകണം. അതിന് 10 പൈസ വണ്ടിക്കൂലി കൊടുക്കത്തില്ല. ഇവിടെ ഇതുപോലെ കലന്തി വെച്ചാൽ കാശുണ്ടാക്കിയിട്ട് കൊണ്ടുപോകുന്നത്. അവനറിയാം എല്ലാ കാര്യങ്ങളും. അങ്ങനെ അയാൾ പിന്നെ സ്കൂളിൽ അപേക്ഷ കൊടുക്കുന്ന അപേക്ഷ കൊടുത്തത്. അപേക്ഷ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യം കിട്ടിയില്ല. പിന്നെ രണ്ടാമത് വിളിച്ചു. അങ്ങനെ പുതിയ ജോലിക്ക് കയറിയതേ ഉള്ളൂ. 2 മാസം ആയില്ല. അന്നേരം അവൻ ഈ പ്രവൃത്തി ചെയ്തത്. നല്ല സുന്ദരിയായിരുന്നു മോള്. എന്നെ സുന്ദരിയൊരു മോളും. നമുക്ക് ഇവർ തമ്മിൽ എങ്ങനെ കണ്ടുമുട്ടും? ഇടയ്ക്ക് നേരത്തെ ഇവർ സ്നേഹത്തിലാവുന്ന എങ്ങനെ സാറേ? അത് അയലോക്കല്ലേ, എപ്പോഴും അങ്ങോട്ട് പോവുകയും ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യും. അയലോക്കല്ലോ എപ്പോഴും പിള്ളേർ ചെറുപ്പം പോലെ ഒരു കണ്ടുമുട്ടി. അങ്ങനെ വന്ന് ഇവൻ എന്നോട് പെണ്ണ് ചോദിച്ചു. എന്നാലും ഞാൻ പറഞ്ഞു, മോനെ എനിക്ക് സ്വന്തമായിട്ട് എടുത്ത് എൻ്റെ ഭൂമിയില്ല, ഞാൻ റെയിൽവേ പുറം പോക്കി കിടക്കുക. നിന്റെ ആസ്തി അനുസരിച്ച് നിനക്കൊരു പെണ്ണിനെ കിട്ടും. നിന്റെ അപ്പനും അമ്മയും പറയുന്നതനുസരിച്ച് ഒരു പെണ്ണിനെ നീ നോക്ക്. ഒരിക്കലും നീ അതിന് തയ്യാറാകല്ലേ എന്ന് പറഞ്ഞു.
എന്നാൽ ഇവർ നിങ്ങൾ ചോദ്യം മിണ്ടിയിട്ട് പോലും ഇവിടങ്ങളിലുള്ളവർക്ക് ആർക്കും പോലും ഇത് എങ്ങനെ പറ്റി ആര് അങ്ങനെ അമ്മ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു? ഇല്ല, ഇവളെ അടിച്ചു മാറ്റിക്കൊണ്ട് ഇവരങ്ങ് പോയി. അടിച്ചു മാറ്റിക്കൊണ്ട് പോയി തിരുപ്പൂർ ഇവിടെ അവിടെ തുണി കമ്പനി ഇവർക്ക് കൊണ്ടിരിക്കുമായിരുന്നു. അവിടെ പോയി. അവിടെ ചെന്ന് ആദ്യം ഒരു കുഞ്ഞ് ജനിച്ച് ഇല്ലാതാക്കി കളഞ്ഞു. അതിന് അടിയും പ്രശ്നങ്ങളും ഒരുപാട് ഉപദ്രവിച്ചു. ഇവള് സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ടാമത് ഒരു മോനുണ്ടായി, മൂത്തവൻ. അവനെ ഇതുപോലെ ഗർഭിണിയായപ്പോൾ ഇവൻ പ്രശ്നമായിരുന്നു. അങ്ങനെ അതിനെ കൊണ്ട് അവൾ ഇവിടെ വരുന്ന പറ്റിയിട്ടുണ്ട്. ഇവിടെ വരുന്നത് അമ്മ ഞാൻ ചോദിക്കുന്നത് ഇയാളെ പറ്റി പുറത്ത് കേൾക്കുന്നതിന് നല്ല അഭിപ്രായമാണല്ലോ. ഒരു ബീഡി വലിയില്ല, ഒരു മദ്യപാനമില്ല, ഒന്നുമില്ല. പുറത്തെല്ലാവരോടും നല്ല ഡീസൻ്റാ. സത്യം മദ്യപിച്ചിട്ട് വഴക്കുണ്ടാക്കുന്ന ആളുകൾ മദ്യപിക്കത്തില്ല. ഞാൻ കള്ളം പറയത്തില്ല. മദ്യപിക്കത്തില്ല, വലിക്കത്തില്ല. അമ്മ ഈ മകളുടെ ഒരു വീഡിയോ ഒക്കെ ഇറങ്ങി, അമ്മ കണ്ടായിരുന്നോ? ഒരു വീട്ടിൽ പോയിട്ട് ഇങ്ങനെ വേറെ രീതിയിലൊക്കെ നിൽക്കുന്ന വീഡിയോ. അത് അവൻ എന്നെ കാണിച്ച്, അത് കാണിച്ച് പിന്നെ അവനെ തെറ്റ് അവള് സമ്മതിച്ചു, അവനോട് സമ്മതിച്ച് അങ്ങനെ നീ നമ്മള് ഞാൻ കള്ളം തന്നെ പറയേണ്ട കാര്യം. ഭർത്താവിനെ കാണിച്ചോ? ഭർത്താവുമായിട്ട് പറഞ്ഞ് ഇനി എനിക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകത്തില്ല പറഞ്ഞ് നമ്മളിവിടെ വെച്ച് നമുക്ക് ബന്ധം ഒഴിഞ്ഞേക്കാന്ന് പറഞ്ഞപ്പോൾ എടീ തെറ്റ് പറ്റിയത് എന്നോട് പറയും, തെറ്റ് പറ്റിയത് പറ്റി, ഞാനിവിടെ ഇല്ല, പിന്നെ ചെറുപ്പക്കാരിൽ തെറ്റ് പറ്റിപ്പോയി, അത് ഞാനങ്ങ് ക്ഷമിച്ചു, നമുക്ക് മരണകാലം വരെ നമുക്ക് ക്ഷമിച്ചു. അങ്ങനെയാണ് ഇവർ ഞങ്ങൾ വീണ്ടും ഒന്നായത്. ഇത് വീഡിയോ പിടിച്ചത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കാണിച്ചപ്പോഴും ഇത് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ വിട്ടത്. പക്ഷെ അവൻ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെന്നാ പറഞ്ഞത്. പക്ഷെ അത് രഹസ്യമായിട്ട് പോകുമ്പം വേറെ സിം ഇട്ടുണ്ടാവുന്നത്. ഇത് സൂക്ഷിച്ച് വെച്ചിരുന്നു. ഇത് പുറത്തുള്ളവരെ മൊത്തവും കാണിച്ചു. കാരണം ഇവിടെ തലേനുമായിട്ടുള്ള സംസാരവും അങ്ങനെയുള്ള രീതിയിലൊക്കെ പെരുമാറുന്നതായിട്ട് വീഡിയോ കാണാൻ പറ്റും. അത് വെറുതെ എന്റെ മോളോ അങ്ങനെ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. അതൊക്കെ ചുമ്മാ ഇവനെ ഉണ്ടാക്കുന്ന കഥകളാണ്. ഈ ഒരു തെറ്റ് ഞാൻ സമ്മതിക്കുന്നു. അത് വർഷങ്ങൾ എത്രയായി? വർഷങ്ങൾ കുറെ കഴിഞ്ഞതാ. എങ്കിൽ സാറേ അന്ന് ഇവനിത് ചെയ്യണ്ടായോ? അന്ന് ചെയ്യണ്ടായോ? എത്ര വർഷമായത്? എന്നിട്ട് അത് അവന്റെ നിലനിൽപ്പിന് വേണ്ടി ക്ഷമിച്ച് ഇവരൊന്നിച്ച് താമസിച്ച് മോനും എല്ലാവരും ചേർന്ന് ഇവരൊന്നായിട്ട് ജീവിച്ചോണ്ടിരുന്ന ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ക്ഷമിച്ചാണ് ഇവിടെ വന്ന് രണ്ട് കുഞ്ഞുങ്ങളെ. മനസ്സ് വലുതായതുകൊണ്ടായിരിക്കും അവൻ ക്ഷമിച്ചെങ്കിലും അവൻ ഇത് ചെയ്തപ്പോ സാറൊന്ന് പറ തെറ്റ് പറ്റി പോയി നമ്മളെ നമുക്ക് ഇവിടെ വെച്ച് അവസാനിക്കുക, ഇനി നമ്മൾ ഞങ്ങളെ ചെയ്യുക, ഞാൻ തെറ്റുകാരിയായി പോയി എന്ന് പറഞ്ഞപ്പോൾ എടി എനിക്ക് നിന്നെ മറക്കാൻ ഒക്കത്തില്ല, ഞാൻ നിന്നെ കളയത്തില്ല, നിന്നെ എനിക്ക് വേണമെന്നും പറഞ്ഞിട്ട് മൂത്ത മോനെ ജോലി ചെയ്ത് അങ്ങനെ എല്ലാവരോട് ചേർന്ന് ഇവിടെ താമസമായിട്ട് പിന്നീട് വെച്ച വീടാണിത്. ഈ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് അപേക്ഷ കൊടുക്കുന്നതും ഈ വീട് കിട്ടുന്നതും ഒക്കെ പിന്നീടാണ്. അങ്ങനെ എൽപി പോയത്. ഒരിക്കലും കൊല ഒന്നിനും പരിഹാരമല്ല. രണ്ട് മക്കളുണ്ട്. ഒന്ന് ഒരു എന്താ പറയുക മോന് അസുഖം, മൂത്ത മോന് അസുഖമല്ലേ? എന്താ മോന് അസുഖം? അവന് ക്യാൻസർ. ഇളയമോൻ കുഞ്ഞു വെച്ചാ പഠിക്കുക 7ാം ക്ലാസ്സിൽ. അവന് അസുഖം, ശ്വാസം മുട്ടലുണ്ട്. ആ മക്കളെ ഓർത്ത് വേണമെങ്കിൽ അയാൾക്ക് ഉപേക്ഷിച്ചിട്ട് പോകാമായിരുന്നു. പക്ഷെ ഈ ഒരു കാണിച്ചത് നമുക്ക് ക്ഷമിക്കാനൊക്കെ. അതാ സാറേ ഞാൻ പറഞ്ഞു, നീ അവൻ കയ്യോ കാലോ വെട്ടിയോ വിട്ടെന്നെങ്കിലും ഞാൻ പിച്ചെടുത്തെങ്കിലും ഞാൻ അതിനെ വളർത്തി പോകാനും സാറേ എൻ്റെ മോളുടെ കാര്യം എനിക്ക് ഓർക്കാൻ പറ്റത്തില്ല സാറേ. ഒരു മനുഷ്യനും ഒരു ദ്രോഹം ആർക്കും അവൾ ഉപകാരം ചെയ്യും. തെറ്റ് ലോകത്തിലാണെങ്കിലും പെണ്ണിലും തെറ്റില്ലാത്തവരുണ്ട്. ഒരു തെറ്റ് പറ്റിയുള്ള അത് സമ്മതിച്ചു. അതീ വെച്ച് ഇവൻ ഈ ഒരു തെറ്റ് വീഡിയോ കാണിച്ചു പറഞ്ഞത് അത് ഞാൻ മറക്കത്തില്ല, ഞാൻ പറ്റമ്മേ, ഞാൻ മറക്കത്തില്ല, ഞാനൊരു പെണ്ണ. ആ തെറ്റ് സത്യമായിരുന്നു. അത് പോലീസ് സ്റ്റേഷനിൽ പറയുക. ഉടനെ തന്നെ സ്റ്റേഷനിൽ പോയി അവിടെ ഒഴിയണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പോയി. ഒളുകൊണ്ട് പരാതി കൊടുത്ത് പറഞ്ഞു സാറേ എൻ്റെ ഭാഗത്ത് ഇങ്ങനെ തരാത്ത ശ്രീലാൽ സാറും വേറെ അവിടെ പൊല്ലിരുന്ന് പോലീസുകാരെല്ലാം കൂടെ ചേർന്ന് അത് പ്രശ്നം ഉണ്ടാക്കിയത്. അത് അവന് അയാൾ ജീവിച്ചിരിപ്പില്ല അവൻ. അങ്ങനെ അവൻ്റെ ആൾക്കാർ വന്ന് ഇവിടെ കാല് പിടിച്ച് ഇവൻ്റെയും കാല് പിടിച്ച് പറഞ്ഞ് പിന്നെ എൻ്റെ അനിയന് തെറ്റുപറ്റി പോയി, നിങ്ങളത് അയാൾ ഇവിടെ അങ്ങോട്ട് കരവാളൂരും അങ്ങോട്ട് അവിടെ എന്തോ ഒരു ജോലിയുള്ള ഒരാളായിരുന്നു. പക്ഷെ നേരത്തെ കണ്ട ഒരു മന്ദബുദ്ധി പോലെയൊക്കെ ഇരിക്കും അയാൾ, എന്തോ ഓഫീസ് ജോലിയുള്ളൊരു ആളായിരുന്നു. അങ്ങനെ പറഞ്ഞ് തെറ്റുപറ്റിപ്പോയി, മോളെ നീ അങ്ങ് ക്ഷമിക്കണം, ഇനി ഇത് വലുതാക്കണ്ടെന്ന് പറഞ്ഞ് അവൻ്റെ ആൾക്കാർ വന്ന് പ്രശ്നം പരിഹരിച്ച് അതങ്ങ് കളഞ്ഞ് എങ്ങനെയും സന്തോഷമായിട്ട് ജീവിക്കണം. അവർക്കൊരു പരാതിയില്ല. തെറ്റുപോടെ ഭാഗത്തല്ലായിരുന്നു, വേറെ ലൈനിൽ കൂടെ ഇവൻ അപായപ്പെടുത്തിയതായിരുന്നു. അത് അവർക്കത് മനസ്സിലായി. അങ്ങനെ അത് അവിടെ വെച്ചത് നിർത്തി. അവനിപ്പോൾ ജീവിച്ചിരിപ്പില്ലെന്നും ആളുകൾ പറയുന്നു. ഫേസ്ബുക്ക് ലൈവ് അമ്മ കണ്ടായിരുന്നോ? എൻ്റെ മരുമോൻ എന്നെ കൊണ്ട് കാണിച്ചു. അമ്മാവിമ്മ അതിൽ എന്നെ കാണിച്ച് എന്റെ മോളല്ലെങ്കിൽ അത് തെറ്റ് ചെയ്തിട്ടില്ല സാറേ എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? തെറ്റുണ്ട്. ആ തെറ്റ് അവള് സമ്മതിച്ച് വർഷങ്ങൾ കഴിഞ്ഞ് അവനോട് ജീവിക്കാൻ നോക്കിയത്. എന്നിട്ട് പറയുന്ന സമയത്ത് വീട്ടിൽ കയറി വരത്തില്ല, തോന്നി പോലെ നടക്കുമെന്നൊക്കെയാണ് വീഡിയോ പറയുന്നത്. ചുമ്മാ അതും പറഞ്ഞുണ്ടാക്കുന്നത്, അതൊക്കെ ഇവർ പറയുന്നതാ. അല്ല, അവസാനം കാണുമ്പോ എന്താ പറയുന്നത്? നിരാശപ്പെട്ട സംസാരമായിരുന്നു. നിരാശയുടെ ആ സ്ത്രീയെ കൊന്നേ പറ്റുമെന്നുള്ള അവസ്ഥയിലായിരുന്നു.
അങ്ങനെ അങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞു. അപ്പൊ അണ്ണൻ ചോദിച്ചു എന്താ വിഷയം എന്ന് ചോദിച്ചായിരുന്നു ചേട്ടൻ? ആ വീട്ടു വിഷയം പറഞ്ഞ കേൾക്കത്തില്ല, അത്രേ ഉള്ളൂ. പറഞ്ഞ കേൾക്കത്തില്ല. അപ്പൊ എന്നിട്ട് ഇങ്ങനെ കടുങ്കൈ ചെയ്യുന്ന പ്രതീക്ഷയുണ്ടോ? ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അത്ര തമാശ ഐസക് പറഞ്ഞു വിചാരിച്ചു അല്ലേ? ഇതുപോലെ വേറെ ആളോടും പറഞ്ഞു കാണോ? അണ്ണനോട് പറഞ്ഞല്ലോ വേറെ ആളോട് പറഞ്ഞു കാണോ? പറഞ്ഞൂടാ. നിങ്ങൾ ഭയങ്കര സുഹൃത്തായിരുന്നോ? ഞാൻ സുഹൃത്തായിരുന്നു. അവര് വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നോ? അങ്ങനെ അറിയത്തില്ല. നമ്മളിപ്പോ നമ്മളെ കൂട്ടുകാരുണ്ടാവും, അങ്ങനെ പറയത്തില്ല. നമ്മളോട് പറയത്തില്ലെന്ന് പറഞ്ഞാൽ ആരോടും പറയത്തില്ല അവന്. അങ്ങനെ ഒരു വിഷമം പുള്ളി വിഷമിച്ചിട്ടുണ്ടാക്കി. അപ്പോൾ ഞാൻ ചോദിക്കുന്നു എന്തോ ക്ഷീണിച്ചിരിക്കുന്നെല്ലാം ചോദിച്ചു. അന്നേരം അവൻ പറഞ്ഞു ഞാൻ വേറെ വിഷയം ഉണ്ടോന്ന് പറഞ്ഞു. അതേ ഉള്ളു പറഞ്ഞു. അന്നേരം എന്ത് വിഷയം പറയുന്നില്ല? വിഷയം പറയുന്നില്ല. അവൻ ക്ഷീണിച്ചു. ഞങ്ങളെന്താ ഞങ്ങൾ നേരത്തെ കൂട്ടുകാർ, അത്രയ്ക്കും കൂട്ടുകാരായിരുന്നു. ഈ ഐസക് ബേസിക്കലി ശുദ്ധനാണോ? ശുദ്ധനാ. അതെനിക്ക് ഉറപ്പാണ്. അവ അങ്ങനെ ചെയ്യത്തില്ല. അണ്ണന്റെ പോലും കണ്ണ് അതാ എനിക്ക് കണ്ണ് നിറ. അതുകൊണ്ടാ പറഞ്ഞു. പുള്ളിക്ക് അറിയാം. വീട് വലിയ സീറ്റ് വലിയ ഒന്നുമില്ലായിരുന്നു. അപ്പൊ അത്രയും സ്നേഹിച്ചു കിട്ടിയ ആളല്ലേ അല്ലേ? അതൊക്കെ അന്നൊക്കെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചോ ഈ സ്ത്രീയോട്ടുള്ള കല്യാണം? അത് വേണ്ടെന്ന് പറഞ്ഞ അവരെ അച്ഛൻ നിൽക്കുമ്പോൾ തന്നെ വേണ്ടെന്ന് പറഞ്ഞതാ. അതെന്താണ് വേണ്ട പറഞ്ഞു തരുന്നത്? അതങ്ങനെ ആയിരുന്നു. അത് ഫാമിലി അങ്ങനെ. ആ വീട്ടുകാരൊന്നും അംഗീകരിച്ചില്ലായിരുന്നു? ഐസക്കിന്റെ കുടുംബം ഒന്നും അംഗീകരിച്ചില്ലായിരുന്നു ബന്ധത്തിൽ? ഇല്ല. എങ്കിലും അയാളുടെ തന്നെ ഇഷ്ടത്തിലാണ് അയാൾ കല്യാണം നടത്തിയത് അല്ലേ? വിളിച്ചോണ്ട് പോയത്. പിന്നെ ഐസക്കിന്റെ വീട്ടുകാർ പിന്നെ ഇതിനകത്ത് വലിയ ബന്ധം സ്ഥാപിച്ചില്ല? ഇല്ല. അപ്പച്ചൻ കേരളത്തിലെന്ന് പറഞ്ഞു. ഐസക്കിന്റെ അപ്പച്ചൻ ഈ പെണ്ണോട്ട് പോയതിന്. അപ്പൊ ഈ പെണ്ണോട്ട് അങ്ങ് പോയി നാട് വിട്ട്. പിന്നെ തിരിച്ചു വന്നതിന് ശേഷം ആ വീട്ടിൽ ആ ഭാര്യയോടൊപ്പം താമസിക്കും അല്ലേ?